ജയസൂര്യ അല്ല എന്ന് ഞാനിപ്പോൾ ഇവിടെ മീഡിയയുടെ മുമ്പിൽ ഞാൻ പറയുകയാണ്. കാരണം എനിക്കിപ്പോൾ പ്രത്യേകിച്ച് ആരുടെയെങ്കിലും ഇപ്പം ഞാൻ എന്നോട് തെറ്റ് ചെയ്തവനോട് ഞാൻ ക്ഷമിച്ചു, എന്നോട് മാപ്പ് പറഞ്ഞു, ആ ഒരു വിഷയം അവിടെ ക്ലിയർ ചെയ്തു. ഇപ്പോൾ അവരുടെ പേര് വലിച്ചഴച്ചത് കൊണ്ട് പ്രത്യേകിച്ച് അവരുടെ ഫാമിലിക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത്. അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. മലയാള സിനിമയിലെ വ്യത്യസ്ത കഥാപാത്രങ്ങൾ കൊണ്ടും സമൂഹത്തിൽ മാതൃകാപരമായ പ്രവർത്തികൾ ചെയ്തും ശ്രദ്ധ നേടിയ നടനാണ് ജയസൂര്യ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ ആരോപണങ്ങളിൽ യുവനടൻ എന്ന പരാമർശത്തിൽപ്പെട്ട് കുരുക്കിലായിരിക്കുകയാണ് ഇപ്പോൾ ജയസൂര്യ അടക്കം മുകേഷ്, മണിയമ്പിള്ള രാജു, ഇടവേള ബാബു എന്നിങ്ങനെ പ്രമുഖ നടന്മാരുടെ പേരടക്കം എടുത്തു പറഞ്ഞുകൊണ്ട് നടി മുനി മുനീർ ആരോപണമുയർത്തിയിരുന്നു. പിന്നീട് യുവനടൻ കയറിപ്പിടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നടി സോണിയ മൽഹാറും രംഗത്തെത്തി. എന്നാൽ ഈ ആരോപണം പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയിൽ ആ നടൻ ജയസൂര്യയാണെന്ന തരത്തിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. അതേസമയം ഈ വിഷയത്തിൽ ജയസൂര്യ ഇതുവരെ പരസ്യമായി രംഗത്തു വരാത്തതിനെതിരെയും സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ പ്രതികരിക്കുന്നുണ്ട്. 2013 തൊടുപുഴയിലെ സിനിമാ സെറ്റിൽ മേക്കപ്പ് ചെയ്ത ശേഷം ശുചിമുറിയിൽ പോയി മടങ്ങുമ്പോൾ പ്രമുഖ യുവനടൻ കയറിപ്പിടിച്ചെന്നായിരുന്നു സോണിയ മൽഹാറിന്റെ ആരോപണം. ആരോപണ വിധേയന്റെ പേര് നടി വെളിപ്പെടുത്തിയിരുന്നില്ല. ആ നടൻ ഇന്ന് കുടുംബവുമായി ജീവിക്കുന്നുവെന്നും അന്ന് താൻ താക്കീത് നൽകിയതിനു പിന്നാലെ അയാൾ ഒരിക്കലും ആ മോശം പെരുമാറ്റം ആവർത്തിച്ചിരുന്നില്ല എന്നുമായിരുന്നു പരാമർശം. ഇതിലേക്കാണ് സോഷ്യൽ മീഡിയ ജയസൂര്യയുടെ പേര് കൂട്ടിവായിച്ചത്. എന്നാൽ താൻ ആരോപണം ഉന്നയിച്ച നടൻ ജയസൂര്യ അല്ലെന്ന് വെളിപ്പെടുത്തി നടി സോണിയ മൽഹാർ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. വെളിപ്പെടുത്തൽ നടത്തിയത് പ്രമുഖരുടെ മുഖം മൂടി അഴിക്കാനാണെന്നും നിയമപരമായ നടപടികൾ ഈ വിഷയത്തിൽ ഇനി വരികയാണെങ്കിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ആ പേര് വെളിപ്പെടുത്തുമെന്നും നടി പറഞ്ഞു. എന്നാൽ നടി ആരോപിച്ച തൊടുപുഴയിലെ ലൊക്കേഷൻ ജയസൂര്യയുടെ സിനിമയുടേതാണെന്നും ഇത്രയും പറഞ്ഞിട്ടും എന്തുകൊണ്ട് അവസാനം പിന്മാറുന്നുവെന്ന ചോദ്യവും സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ സോണിയ മൽഹാറിനെതിരെ ഉയർത്തുന്നുണ്ട്. എന്നാൽ ജയസൂര്യയുടെ ഫേസ്ബുക്ക് പേജിലെ പോസ്റ്റുകൾക്ക് താഴെ മോശം കമന്റുകൾ കൊണ്ട് നിറയുകയാണ്. എന്തിനും ഏതിനും പ്രതികരണശേഷിയുള്ള ജയസൂര്യ ഈ ആരോപണങ്ങൾക്കു ശേഷം മൗനം പാലിക്കുന്നത് എന്തിനാണെന്നാണ് കമന്റുകളിലൂടെ നിരവധി പേർ ചോദിക്കുന്നത്.